രാവിലെ എപ്പോഴെങ്കിലും ഉണരുന്നു, ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു, പിന്നൊന്ന് പുസ്തകം എടുക്കുന്നു, പഠിക്കാനായിട്ട് തുടങ്ങുന്നു, പുസ്തകം മാറ്റി വയ്ക്കുന്നു, പിന്നാട്ടെ വൈകുന്നേരം ആവട്ടെ, നാളെ ആവട്ടെ, ദെൻ വൈകുന്നേരം ആകുന്നു, ജസ്റ്റ് ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, നാളെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത്? യെസ്, സംശയിക്കേണ്ട, നമ്മൾ ഓരോരുത്തരെയും പറ്റി തന്നെയാണ് പറയുന്നത്. ഡിഗ്രി ലെവൽ എക്സാമിനെ ക്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ആകാംക്ഷയോടുകൂടി, അത്രയും തീവ്രമായ ആഗ്രഹത്തോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ശീലം മാറ്റിവെക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു നല്ല ആസ്പിറൻ്റ് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ആ ഒരു എക്സാം നേടണമെന്നുള്ള തീവ്രമായ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ എഫോർട്ട് ഇടാനായിട്ടുള്ള മനസ്സില്ല എന്നുള്ളതാണ് അർത്ഥം. എങ്ങനെ ഇതിന് മാറ്റാൻ പറ്റുക? ഇതിന് എങ്ങനെയാണെന്ന് പുറത്തു വന്നിട്ട് ഒന്ന് പ്രോപ്പർ ആകാൻ പറ്റുക, ഒന്ന് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുക? 2027 ഉറപ്പായും ഞാൻ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിരിക്കും, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റോ മെയിൻസ് ഞാൻ നേടിയിരിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞ് ഇറങ്ങാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ്? ഞാനൊരു 5 ടിപ്പ് പറഞ്ഞുതരാം. 5 മോർണിംഗ് റുട്ടീൻ ഉൾപ്പെടെ വരുന്ന ഒരു 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയ തിയറിയൊന്നുമല്ല, പല എക്സ്പേർട്ട് ആയിട്ടുള്ള വലിയ വലിയ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചുരുക്കി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തേത് നമ്മുടെ മോർണിംഗ് റുട്ടീനാണ്. ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള, ഉറപ്പായും നമ്മൾ സെറ്റ് ചെയ്യേണ്ടുന്ന, ഒരുപക്ഷെ ഇത് സെറ്റ് ചെയ്യുന്നതിലൂടെ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആവുന്ന ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം നമ്മുടെ മോർണിംഗ് ടൈം തന്നെയാണ്. നമ്മളൊരു നിശ്ചിത സമയത്ത് എല്ലാ ദിവസവും ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കാം. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കും, ചില ദിവസങ്ങളിൽ ഭയങ്കര ആവേശം കയറിയിട്ട് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കാണുമല്ലോ. ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ മോട്ടിവേഷൻ സെഷൻസ് ഒക്കെ ചെയ്യും. ഈ ഇപ്പോൾ സൂപ്പർ നോട്ട്സിൽ തന്നെ ഇഷ്ടംപോലെ മോട്ടിവേഷൻ സെഷൻസ് കിടപ്പുണ്ട്. ഈ മോട്ടിവേഷൻ സെഷൻ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എനർജറ്റിക് ആവും. എന്നിട്ട് ആവേശം കയറി തൊട്ടടുത്ത ദിവസം രാവിലെ 5 മണിക്ക് ഉണരാമെന്ന് വിചാരിക്കും. അങ്ങനെ 5 മണിക്ക് അലാറം വെക്കും. ഓക്കെ, ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണേ. 5 മണിക്ക് അലാറം വെക്കും. 5 മണിക്ക് അലാറം വെച്ചിട്ട് കൃത്യം 5 മണിക്ക് അലാറം കേട്ട് നമ്മൾ ഞെട്ടി ഉണരും. ഞെട്ടി ഉണർന്നതിന് ശേഷം ഫോണിലോട്ട് നോക്കുക പോലും ചെയ്യാതെ ഇത് സ്നൂസ് ചെയ്യും. ഓക്കെ, 5:05 ആകുമ്പോൾ ഇത് വീണ്ടും അടിക്കും. കാരണം 5 മിനിറ്റാണ് സാധാരണ സ്നൂസിങ് ടൈം ഇടുക. 5:05 ആകുമ്പോൾ നമ്മളിത് വീണ്ടും കേൾക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഇത് സ്നൂസ് ചെയ്യും. ഇങ്ങനെ സ്നൂസ് ചെയ്ത് മിനിമം 1 മണിക്കൂറെങ്കിലും തള്ളി നീക്കി 6 മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ആലോചിക്കും, എടേ 5 മണിക്ക് എഴുന്നേക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ കിടന്നത്, 6 മണിയായി. അപ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. ഈ റിഗ്രറ്റോടുകൂടി നിങ്ങളുടെ അന്നത്തെ മോർണിംഗ് കഴിയും. ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു ഗുഡ് സ്റ്റാർട്ട് കൊടുക്കണമെന്ന് വിചാരിച്ച് ആ മോർണിംഗ് ആ ഒരു റിഗ്രറ്റോടുകൂടി അവസാനിക്കുകയാണ്. വീണ്ടും നെഗറ്റീവ് കയറുന്നു, വീണ്ടും പഴയതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി മേക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ അതപ്പതിച്ചു പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? മക്കളെ, നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ തിരിച്ചറിയും. എല്ലാവർക്കും 5 മണിക്ക് എഴുന്നേക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അല്ലേ? എനിക്കിപ്പോൾ 5 മണിക്ക് എഴുന്നേക്കണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് ഞാനൊരു 6 മണിക്ക് മാത്രം എഴുന്നേക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഞാൻ 5 മണിക്ക് എണ്ണീക്കുള്ളൂ എന്ന് വാശി പിടിച്ച് 5 മണിക്ക് എണ്ണീക്കാൻ നോക്കിയിട്ട് എണ്ണിക്കത്തുമില്ല, റിഗ്രറ്റ് അടിക്കുകയും ചെയ്യും. വേണ്ട, നിങ്ങൾക്ക് എപ്പോഴാണോ പെർഫെക്റ്റ് ആയി. ചിലർ 2 മണി എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ചിലർ 5 മണിക്ക് പഠിക്കും, ചിലർ 6 മണിക്ക് പഠിക്കും, ചിലർ രാത്രി ഇരിക്കും, രാത്രി 12 മണി 1 മണി വരെ ഇരുന്നിട്ട് രാവിലെ 8 മണിക്ക് എഴുന്നേക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം, ആ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്ത് ആ സമയത്ത് എഴുന്നേക്കാം. എന്നിട്ട് ഇതെല്ലാ ദിവസവും ആ സമയത്ത് തന്നെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കാം. എഴുന്നേറ്റതിന് ശേഷം ശരീരത്തിനൊരു ചെറിയ എക്സസൈസ് കൊടുക്കാനോ മെൻ്റലി ഒന്ന് ഓക്കെ ആവാനായിട്ടൊരു മെഡിറ്റേഷൻ ചെയ്യാനോ ഒക്കെ സമയം കൊടുക്കുക. ഒരു 1/2 മണിക്കൂർ ടൈം അതിനുവേണ്ടി മാറ്റി വെക്കാം. ഉറപ്പായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ മോർണിംഗ് റുട്ടീനിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് വേക്കപ്പ് ടൈം ഫിക്സ് ചെയ്യാം. ആ ടൈമിൽ എല്ലാ ദിവസവും എഴുന്നേക്കാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം പ്രോപ്പർ സ്റ്റഡി ടൈമാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കൺസിസ്റ്റൻ്റ് ആവുക. അതായത് നിങ്ങൾ ഇന്ന് 3 മണിക്കൂർ പഠിച്ചു, നാളെ നിങ്ങൾ 5 മണിക്കൂർ പഠിച്ചു, തൊട്ടടുത്ത ദിവസം നിങ്ങൾ വീണ്ടും 2 മണിക്കൂർ പഠിക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ 4 മണിക്കൂർ പഠിക്കുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനെ നമുക്കൊന്ന് പിടിച്ചിരുത്താൻ, എല്ലാ ദിവസവും ഒന്ന് ബ്രെയിനെ ഒന്ന് സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാതെ വരും. കാരണം ഡിസോർഡർ ആയിട്ടുള്ള ഒരു സ്റ്റഡി റുട്ടീനാണ് നമുക്കുള്ളത്. അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു പ്രോപ്പർ സ്റ്റഡി റുട്ടീനിലേക്ക് വരാൻ ശ്രമിക്കാം. അതായത് ഡിഗ്രി ലെവലിലെ മെയിൻസ് എക്സാമിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിലബസ് നമ്മുടെ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് മാറുമെന്ന് അറിയില്ല, എങ്കിലും ഒരു സിലബസ് നമ്മുടെ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, അതിനൊരു 13 മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക്കാണ്. കമ്പനി ബോർഡിന് 5 മാർക്കോളം സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുന്നുണ്ട്, കറണ്ട് അഫെയർ എക്സ്ട്രാ കയറി വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും, സിലബസിലുള്ള ഓരോ കാര്യങ്ങളെയും കൃത്യമായൊരു ടൈം പ്രപ്പോർഷൻ കൊടുക്കാൻ പറ്റണം. കറണ്ട് അഫെയറിന് 20 മാർക്കാണ്, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. 20 മാർക്കാണെങ്കിൽ അതിന് ഇത്ര സമയം കൊടുക്കണം. മാത്സിന് 10 മാർക്കാണ്, അതിന് ഇത്ര സമയം കൊടുക്കണം. ഹിസ്റ്ററിക്ക് 5 മാർക്കാണ്, ഇത്ര സമയം അതിനു വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യാം. ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഓരോ സബ്ജക്റ്റും ഓരോ ദിവസവും ക്രമീകരിച്ച് പോയാൽ എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ വെച്ച് പഠിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ഈ ഒരു മെയിൻസ് എക്സാം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ എക്സാം എഴുതാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയി എക്സാം എഴുതാനായിട്ട് പറ്റും. ഇനി മറ്റൊരു കാര്യം ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇതൊന്നും നോക്കാതെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, റിസൾട്ട് വരാൻ പോകുന്നത് ഒരു പക്ഷേ എക്സാമിന് 1 മാസം 1.5 മാസം മുമ്പായിരിക്കും പ്രിലിംസിൻ്റെ റിസൾട്ട് വരാൻ പോവുക. പിന്നീട് നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് ഒരു 1.5 മാസമായിരിക്കും. ഓക്കെ, അതായത് ഓഗസ്റ്റിൽ എക്സാം ഇല്ല, സെപ്റ്റംബറിലായിരിക്കും വരിക. ഇപ്പം മെയ് കഴിയുകയാണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3 മാസം കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് എക്സാം വരിക. 1.5 മാസമാണ് അവസാനം പ്രിലിംസിൻ്റെ റിസൾട്ട് ഒന്ന് പഠിക്കാൻ കിട്ടും. അപ്പോഴാണ് നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ വേഗത്തിൽ എത്രത്തോളം എഫോർട്ട് കൂട്ടിയിടാൻ പറ്റുമോ അത്രത്തോളം എഫോർട്ട് കൂട്ടിയിട്ടാൽ പോലും സിലബസിൻ്റെ 50% പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? അതിനുള്ള സമയം നിങ്ങളുടെ മുൻപിലില്ല. പ്രോപ്പറായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് ടെസ്റ്റൊക്കെ ചെയ്ത് അറ്റൻഡ് ചെയ്ത് മെയിൻസിന് വേണ്ടി പോകാനായിട്ടുള്ള സമയം നിങ്ങളുടെ മുൻപിലില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യും? മെയിൻസ് ഫ്ലോപ്പ് ആവും. നിങ്ങൾക്കൊരു നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ധൈര്യത്തോടെ സ്റ്റാർട്ട് ചെയ്യും. കാരണം പ്രിലിംസ് എന്ന് പറയുന്നത് റാങ്ക് നേടാൻ 100 മാർക്ക് നേടാനുള്ള പരീക്ഷയല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്വാളിഫൈ ചെയ്താൽ മതി. അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഓൾറെഡി കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എത്രയാണ് വരാൻ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരിധിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർ സ്റ്റഡി ടൈം സെറ്റ് ചെയ്യുക. 6 മണിക്കൂറാണോ? ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 6 മണിക്കൂർ ഒന്ന് ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയേ. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും പഠിക്കാനിരിക്കാനായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യും? വന്നോളും. 3ാമത്തെ കാര്യം റിവിഷനാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരാജയപ്പെടുന്നത് പഠിക്കാത്തത് കൊണ്ടല്ല. എല്ലാവരും പഠിക്കുന്നുണ്ട്, നിങ്ങളും പഠിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ പഠിക്കുക മാത്രം ചെയ്യുന്നു, പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് നോക്കാനുള്ള ടൈം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ബോറായിട്ടുള്ളൊരു പരിപാടിയാണ് റിവിഷൻ കൊടുക്കുക എന്നുള്ളത്, ഒരു സംശയം വേണ്ട. ആർക്കും ഇഷ്ടമല്ലാത്ത ഏറ്റവും കൂടുതൽ ബോറുള്ളൊരു കാര്യമാണ് റിവിഷൻ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ റിവിഷൻ ബോറുള്ള അതേ പരിപാടി തന്നെ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാത്തത്? ശ്രമിക്കാത്തത്. അപ്പോൾ റിവിഷൻ നിങ്ങൾ എത്രത്തോളം പ്രോപ്പർ ആക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് ബെറ്റർ ആവാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് 3:2:1 റൂളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ റൂളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു റിസൾട്ട് അവിടെയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. 4ാമത്തെ കാര്യം പ്രാക്ടീസാണ്. നിങ്ങൾ പഠിച്ചത് കൊണ്ടോ റിവൈസ് ചെയ്തത് കൊണ്ടോ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയില്ല. റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. അതിനെയാണ് SRM ടെക്നിക്ക് എന്ന് പറയുക. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡിയാണ്, എല്ലാവരും ചെയ്യുന്നത് പോലെ നോട്ട്സ് വായിക്കുന്നു, ക്ലാസ് കാണുന്നു. 2ാമത്തത് റിവിഷനാണ്. 3ാമത്തത് മോക്ക് എക്സാംസ് ആണ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? എക്സാംസിനോട് കൂടുതൽ അടുക്കാൻ പോവാണ്. സ്റ്റേറ്റ്മെൻറ്റുകളോട് ഫെമിലർ ആവാൻ പോവാണ്. അപ്പോൾ കൂടുതൽ എന്താണ്? എക്സാമിന് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. സോ പ്രാക്ടീസ് നിങ്ങൾ മുടക്കരുത്. ഏറ്റവും അവസാനത്തതും പരമപ്രധാനവുമായിട്ടുള്ള കാര്യം അത് സെൽഫ് ലവ് ആണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങാൻ സമയമായി. നിങ്ങൾ നിങ്ങളോട് തന്നെ നിന്നെക്കൊണ്ട് പറ്റുമട എന്ന് പറയാനുള്ള സമയമായി. പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എനിക്കൊരു നല്ല കൂട്ടാളിയില്ല, എന്നെ ഒന്ന് മുന്നോട്ട് നയിക്കാൻ ആരുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഷോർട്സും ചെയ്തു. അപ്പോൾ ഒരുപാട് റിയാക്ഷൻസ് അതിന് വന്നു. അപ്പോൾ അവരെല്ലാം പറയുന്നത് ശരിയാണ്, ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുന്നുണ്ട്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്ക് കൂട്ട്? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ആരെങ്കിലും വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജനിച്ച് വീണപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും കൂടെ ജനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ വന്നപ്പോഴും ഒറ്റയ്ക്കാണ്, നിങ്ങൾ പോകുമ്പോഴും ഒറ്റയ്ക്കാണ്. എടാ, ഒറ്റയ്ക്ക് നിന്ന് പൊരുത്. ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവരാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയവരൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവരാണ്. ഒറ്റയ്ക്ക് നിന്ന് പൊരുത്. ഈ എക്സാമിനേഷനും നിങ്ങൾക്കത് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി തന്നെ നേടാനായിട്ട് പറ്റും. അതിനൊരു സംശയവും വേണ്ട. നിങ്ങൾ നിങ്ങളെ സ്വന്തമായി സ്നേഹിക്കുക. എന്നെ കൊണ്ട് പറ്റും, എനിക്ക് നേടാൻ പറ്റും, എനിക്ക് മാത്രമേ പറ്റുള്ളൂ, ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഓരോ ദിവസവും പഠിക്കുന്നുണ്ട്, ഞാൻ ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇന്ന് തീർത്തു, ഗുഡ്, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് സ്വയം പറ. ആ ഒരു സെൽഫ് ലവ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മടുപ്പ് തോന്നുന്ന, നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു വില തോന്നുന്ന ഒരു സമയമെത്തും. അതിനോടൊപ്പം തന്നെ ഒരു പെർഫെക്റ്റ് മെൻറ്ററെ കൂടെ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ പരാജയങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന, നിങ്ങളുടെ പോരായ്മകൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന, ഇങ്ങനെ പോയാലാണ് നീ വിജയിക്കുക എന്ന് പറഞ്ഞു തരാൻ കഴിയുന്ന പെർഫെക്റ്റ് മെൻറ്റർ. ചുമ്മാ ആരെങ്കിലും പോയി കണ്ട് മെൻറ്ററാക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ധാരണയുള്ള, നിങ്ങളുടെ ഈ വഴികളിലൂടെ നേരത്തെ നടന്നവരോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ അഡ്വൈസുകൾ കേട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾക്കൊരു നല്ല ഡിഗ്രി ലെവൽ പഠന ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാറാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്കൊരു പെർഫെക്റ്റ് മെൻറ്ററെ ആവശ്യമുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചുകളിലോട്ടുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാറായി. കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SPCID അതിനൊറ്റ ബാച്ചാണ്. സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ഡീലർ അതിന് മറ്റൊരു ബാച്ചാണ്.
ഈ 2 ബാച്ചിലോട്ടും അഡ്മിഷൻസ് വളരെ വേഗം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് സീറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ 8281223366 നമ്പറിലോട്ട് വിളിക്കാം. ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യാം. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കും. നമ്മുടെ ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് നമ്മുടെ നോട്ട്സ് ഒക്കെ കണ്ട് മാത്രം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നന്നായി പഠിക്കാനായിട്ട് പറ്റട്ടെ, നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റട്ടെ, സ്വന്തമായി നന്നായി സ്നേഹിക്കാനായിട്ട് പറ്റട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് ക്ലാസ്സിൽ കാണാം.